നമസ്കാരം. ജോജു ജോർജ്, ലിജോ മോൾ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ആഷിഖ് അബു, മനു ആന്റണി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന അജസുന്ദരി എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിന്റെ മലയോര ഗ്രാമമായ വിലങ്ങാട്ടെ പാവപ്പെട്ട വ്യാപാരികളെ സിനിമാ സംഘം കബളിപ്പിച്ചതായി പരാതി. ഷൂട്ടിംഗ് സെറ്റിലേക്ക് മാസങ്ങളോളം സാധനങ്ങൾ വാങ്ങിയ വകയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നൽകാതെയാണ് സിനിമാ സംഘം സ്ഥലം വിട്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് വ്യാപാരികൾ രംഗത്തെത്തിയതോടെയാണ് സംഭവം വലിയ വിവാദമായത്. തങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിച്ചതിനെതിരെ ഇന്ന് പോലീസിനെ സമീപിക്കാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും നാട്ടുകാരുടെയും തീരുമാനം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെ സമാനമായ രീതിയിൽ ദുരന്തം വിതച്ച വിലങ്ങാട് പ്രദേശത്ത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. 3 മാസത്തോളം നീണ്ടുനിന്ന ഷൂട്ടിങ്ങിനായി നാട്ടുകാരും വ്യാപാരികളും വലിയ സഹകരണമാണ് സിനിമാ സംഘത്തിന് നൽകിയത്. തുടക്കത്തിൽ കൃത്യമായി പണം നൽകി വ്യാപാരികളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ സംഘം പിന്നീട് ലക്ഷങ്ങളുടെ സാധനങ്ങൾ കടമായി വാങ്ങുകയായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് മുഴുവൻ തുകയും നൽകാമെന്നായിരുന്നു പ്രൊഡക്ഷൻ സംഘത്തിന്റെ വാഗ്ദാനം. എന്നാൽ ചിത്രീകരണം പൂർത്തിയായി 3 മാസം കഴിഞ്ഞിട്ടും പണം നൽകാതിരിക്കുകയും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു കടവൂർ അടക്കമുള്ളവർ ഒഴിഞ്ഞുമാറുകയും ചെയ്തതോടെയാണ് വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലായത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം തകർന്ന് കടം വാങ്ങിയും ലോണെടുത്തും ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട വ്യാപാരികളാണ് ഈ വഞ്ചനയ്ക്കിരയായത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരും വഞ്ചിതരായവരിൽ ഉൾപ്പെടുന്നുണ്ട്. മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ കട പൂർണ്ണമായും നശിച്ചുപോയ പച്ചക്കറി വ്യാപാരി PS മനോജിന് 54,000 രൂപയോളം സിനിമാ സംഘം നൽകാനുണ്ട്. മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ ഇദ്ദേഹം കുടുംബശ്രീ ലോണെടുത്തും വ്യാപാരി സമിതിയുടെ സഹായത്തോടെയുമാണ് വീണ്ടും കച്ചവടം ആരംഭിച്ചത്. സെറ്റിലേക്ക് മെസ്സ് നടത്താൻ കരാറെടുത്ത ആയഞ്ചേരി സ്വദേശി സാജിദാണ് ഇദ്ദേഹത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിരുന്നത്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കു ശേഷം ബന്ധുക്കളുടെ സഹായത്തോടെ ഇറച്ചിക്കട നടത്തുന്ന ബെന്നി ജോസഫിന് 1 ലക്ഷം രൂപയാണ് സിനിമാ സംഘം നൽകാനുള്ളത്. കോഴി, ബീഫ്, പന്നിയിറച്ചി, മുട്ടകൾ എന്നിവ വിശ്വാസത്തിന് പുറത്ത് നൽകിയ ഇദ്ദേഹത്തിന് അവസാന നിമിഷം കുറച്ചു തുക ഗൂഗിൾ പേ വഴി നൽകിയെങ്കിലും ബാക്കി തുക 2 ദിവസത്തിനകം തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. കൂടാതെ മിൽമ ബൂത്ത് നടത്തുന്ന അപ്പച്ചന് പാലിനും 4 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾക്കും ഉൾപ്പെടെ 46,000 രൂപയും മലഞ്ചരക്ക് വ്യാപാരിയായ തോമസിന് തേങ്ങ വാങ്ങിയ ഇനത്തിൽ 18,000 രൂപയും കിട്ടാനുണ്ട്. കടം വാങ്ങിയ പണം കിട്ടാതായതോടെ പല കടകളും പൂട്ടിയിടേണ്ട അവസ്ഥയിലാണ്. സംഭവം വാർത്തയായതോടെ വിശദീകരണവുമായി ചിത്രത്തിന്റെ നിർമ്മാതാവ് ആഷിഖ് അബു രംഗത്തെത്തിയിട്ടുണ്ട്. വ്യാപാരികൾക്ക് നൽകാനുള്ള പണം ചിത്രത്തിന്റെ മെസ് കരാറുകാരന്റെ പക്കൽ കൈമാറിയിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ 2 മാസമായി കരാറുകാരൻ ഒളിവിലാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കരാറുകാരനെ ഫോണിൽ കിട്ടുന്നില്ലെന്നും കഴിഞ്ഞ ദിവസമാണ് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയെന്നും പറഞ്ഞ ആഷിഖ് അബു കരാറുകാരനെതിരെ തങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. വലിയ സഹായം ചെയ്ത് വിലങ്ങാട്ടെ പ്രിയപ്പെട്ട നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ലെന്നും വ്യാപാരികളുടെ ആവശ്യം ന്യായമായതിനാൽ 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ബാധ്യതയും തീർക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. അല്ലാത്തപക്ഷം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യാപാരികളുടെ തീരുമാനം.